നമ്മളെ കാലടി പഞ്ചായത്തില് ആദ്യമായിട്ട് ഒരു പബ്ലിക്കിന് വേണ്ടിയുള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. 50,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ കാലടിയിലെ ഒരു കൊമേഴ്സ്യൽ ഷോപ്പിംഗ് മാൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്തേക്കണം. അത് ഗോൾഡൻ മാൾ എന്ന് നമ്മൾ പേരിട്ട് നമ്മൾ ചെയ്തു. അതിൽ ഷോപ്പുകളുണ്ട്. ഷോപ്പൊന്നും ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല. അത് ഓണം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അതെല്ലാം ഫങ്ഷൻ ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 3 സിനിമാ തിയേറ്ററാണ്. 3 തിയേറ്റർ എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ, കലാസ്വാദകർക്ക് അവർ മുടക്കുന്ന ടിക്കറ്റ് റേറ്റിന് 100% നമ്മുടെ ഭാഗത്തുനിന്ന് സത്യസന്ധമായിട്ടുള്ള ഒരു റിസൾട്ട് ഓഡിയോ വീഡിയോ ഇനത്തിൽ അത് ഡോൾബി കമ്പനി എന്നവരുടെ ഒരു സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഡോൾബി കമ്പനി അങ്ങനെ റയർ ആയിട്ടാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ മറ്റുള്ള തിയേറ്ററുകളിലും ഉള്ളൂ. അപ്പോൾ ഡോൾബി കമ്പനിയുടെ സ്പീക്കേഴ്സ്, RGB ലേസർ, ക്രിസ്റ്റി, അമേരിക്കയുടെ ക്രിസ്റ്റി, ബെൽജിയത്തിന്റെ ബാർക്കോ, ഈ 2 കമ്പനിയുടെ പ്രൊജക്ടറുകളും ഉൾപ്പെടുത്തി ഫുൾ എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഡോൾബി അറ്റ്മോസോട് കൂടി നമ്മൾ തുടങ്ങുന്ന തിയേറ്ററാണ്. 3 സ്ക്രീൻ, ST സിനിമാസ് എന്നാണ് അതിന്റെ പേര്. അത് 3 സ്ക്രീനും കൂടി ഒരു 450 സീറ്റ് ഒക്യുപ്പൻസി ഉള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതിലുപരി സിനിമാ തിയേറ്ററിനേക്കാളും ഉപരി ഈ കാലടിയിൽ പബ്ലിക്കിന് ഒരു ഹാഫ് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു 18 ഷോപ്പുകൾ നമ്മൾ ഓണത്തോടു കൂടി ഇത് ഫങ്ഷൻ ചെയ്യും. പിന്നെ ഒരു പ്രീമിയം ക്വാളിറ്റിയോടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഫാമിലിക്ക് വന്ന് ഒരു ഹാഫ് സ്പെൻഡ് റിലാക്സ് ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്ത് അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ ആദ്യത്തെ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ്, നമ്മൾ കാലടിയിലെ ആദ്യത്തെ പ്രീമിയം റെസ്റ്റോറൻറ്റ് നമ്മൾ ഓണത്തിന് കൂടി ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. പിന്നെ നമ്മൾ ഒരു പ്രോഫിറ്റ് മോട്ടീവ് മാത്രം ലക്ഷ്യമായിട്ട് തുടങ്ങുന്ന ഒരു കൊമേഴ്സ്യൽ പ്രോജക്റ്റ് അല്ല. ഇതിന്റെ 1 ഇയർ ഇതാകുമ്പോൾ, ഒരു ആദ്യത്തെ 1 ഇയർ ആനിവേഴ്സറി ആകുമ്പോൾ കാലടി പഞ്ചായത്തിലെ പരിസരത്തുള്ള 6 കിലോമീറ്റർ ഗോൾഡൻ മാൾ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ 6 കിലോമീറ്റർ പരിസരത്തുള്ള നിർധനരായ ഒരു 60 വയസ്സിന് മേലെയുള്ള 101 പേർക്ക് നമ്മൾ തിമിര ചികിത്സ നമ്മളുടെ ഇതിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അത് നമ്മൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഒരു പ്രോഫിറ്റ് മോട്ടീവ് അല്ല നമ്മുടെ ലക്ഷ്യം, ഒരു ചാരിറ്റി. അത് നമ്മൾ അതും ചെയ്യാം. കഴിഞ്ഞ 4.5 വർഷമായി നമ്മൾ ഈ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ഈ കാലടിയിൽ ഈ ചെയ്യുന്നത്. അത് 4.5 വർഷത്തെ നമ്മൾ ഇതുപോലത്തെ ഉള്ള ഒരു RCC ബിൽഡിംഗ് കാലടിയിൽ ഇല്ല. 35,000 സ്ക്വയർ ഫീറ്റിന്റെ ഫസ്റ്റ് ടൈം ഉള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. സെൻട്രലൈസ്ഡ് AC ആണ്, മറ്റുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഒരു ഹാഫ് നമ്മൾ അത്ര ഡിമാൻഡ് ചെയ്യണുള്ളൂ. നമ്മൾ ഹാഫ് എന്റർടൈൻമെന്റ് ചെയ്യാം ഉള്ള ഒരു മിനി മാൾ. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇന്ന് നമ്മൾ ഈ ഗോൾഡൻ മാൾ എന്ന് പറഞ്ഞ ഈ മാളിന്റെ ഓപ്പണിംഗ് സെറമണിയാണ്. അപ്പൊ അതില് വളരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാലടി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ 1ാം ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്. അവരെ വെച്ചിട്ടാണ് ഞങ്ങളിത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ആ കുരുന്നുകൾ ഒന്നും എട്ടും തൊട്ടും തിരിയാത്ത ആ കുരുന്നുകളാണ് ഞങ്ങളുടെ സെലിബ്രിറ്റി. ഇങ്ങനെ നിങ്ങൾക്കറിയാം, ഇങ്ങനത്തെ ഉള്ള ഒരു കൊമേഴ്സ്യൽ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി വരിക, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അത് ചെയ്യുക, അതല്ല ഞങ്ങളുടെ കാര്യം. ഞങ്ങളെ സംബന്ധിച്ച് ഈ വിവിധ സ്കൂളുകളിൽ ഞങ്ങളോട് സഹകരിച്ച സ്കൂളുകളിൽ, വീണ്ടും പറയുന്നു, ഞങ്ങളോട് സഹകരിച്ച സ്കൂളുകളിൽ കുട്ടികളാണ് ഞങ്ങളുടെ സെലിബ്രിറ്റി. അത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അവർക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നു. അവരെ നമ്മൾ ഫസ്റ്റ് ഷോ അവരെയും അവരുടെ ഫാമിലിനെയാണ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നത്. അവരാണ് നമ്മുടെ ഗസ്റ്റ്. ഓരോ വർഷവും നമ്മുടെ കൂടെ വന്ന സ്കൂളിലെ പിള്ളേരെ അവരെ പ്രൊമോട്ട് ചെയ്യും. അവരുടെ മറ്റുള്ള കാര്യങ്ങൾ എന്തിലും നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ചെയ്യും. അപ്പൊ നമ്മളോട് സഹകരിക്കുന്ന സ്കൂളുകളിലെ കുട്ടികളോട് മാത്രം. അത് എന്തിനാണ് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ കാലടി പഞ്ചായത്തിൽ 7 സ്കൂളുണ്ട്. ഈ 7 സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു 350 കുട്ടികളെ കണ്ടിട്ട് ഒരു വലിയൊരു എമൗണ്ടിന്റെ ഗിഫ്റ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ എന്താ, നമ്മളെ ഇത് വെച്ച് 3-4 സ്കൂളുകൾ, ഒരു ബ്രാൻഡ് നെയിം ഉള്ള 3 സ്കൂളും ഒരു ബ്രാൻഡ് നെയിം ഇല്ലാത്ത, ഒരേ ബ്രാൻഡ് നെയിം ഉള്ള 3 സ്കൂളും അല്ലാത്ത ഒരു സ്കൂളും നമ്മളോട് സഹകരിച്ചില്ല. അത് കുഴപ്പമില്ല. നമ്മളോട് സഹകരിച്ച സ്കൂളുകളിലെ കുട്ടികൾക്ക് നമ്മൾ ഗസ്റ്റായിട്ട് വയ്ക്കുന്നു.
അവരെ നമ്മൾ 2:30 നമ്മൾ ആദരിച്ചു. അവരാണ് ഇനാഗ്രേറ്റ്. ഒപ്പം ബഹുമാനപ്പെട്ട ബെന്നി ബെഹനാൻ എം.പിയും ബഹുമാനപ്പെട്ട MLA റോജി ജോണും പിന്നെ ബഹുമാനപ്പെട്ട കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ അവറുകളും വാർഡ് മെമ്പർ സിജു തുറവൂരും ഡോക്ടർ ആൻസിയും ഇവരെല്ലാവരും കുട്ടികളും കൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഒപ്പം സിനിമാ ഫീൽഡിലെ നമ്മുടെ ഒരു സെലിബ്രിറ്റി കുട്ടികൾ അറിയുന്ന ഒരു മുഖമായ ഗിന്നസ് പക്രൂം ആ ബ്രദറും കൂടിയാണ് ഇത് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്തത്. ഇനാഗ്രേഷൻ സെറമണി നമ്മൾ 2:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കുട്ടികളുടെ ഒരു നാടമുറിച്ചിൽ എല്ലാവരും ഗ്രൂപ്പായിട്ട് അതിന് കഴിഞ്ഞിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് ഉള്ള പബ്ലിക്കിന് വേണ്ടിയുള്ള കലാപരിപാടി നമ്മുടെ കോമ്പൗണ്ടിൽ കലാപരിപാടി എന്ന് വെച്ചാൽ ടോപ്പ് സിനിമാ താരങ്ങൾ TV അതായത് പരിചിതമായ മുഖങ്ങളുടെ ഒരു കോമഡി ഷോ 1 hour കോമഡി ഷോ. തുടർന്ന് കേരളത്തിലെ തന്നെ നമ്പർ 1 ഗാനമേള ട്രൂപ്പായ പാലാ കമ്മ്യൂണിക്കേഷന്റെ ഗാനമേളയാണ് നമ്മൾ അവിടെ. തുടർന്ന് വരുന്ന ഏവർക്കും ലിമിറ്റഡ് പീരീഡിൽ വരുന്ന ഏവർക്കും നമ്മളൊരു സ്നേഹവിരുന്നും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം, അല്ലാതെ ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തി നടത്തുന്ന പ്രോഗ്രാം അല്ല. ഇതിന്റെ എനിക്ക് എന്ത് വന്നാലും കാലടി പഞ്ചായത്തിൽ കാലടിയിലെ ആളുകളുടെ ഒരു സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് 2:30 നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഞാനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത 1ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് ഞാൻ സല്യൂട്ട് ചെയ്ത് അവരെയാണ് ഞാൻ എൻ്റെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഇത്ര 35,000 സ്ക്വയർ ഫീറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കാലടിയിൽ ആദ്യമായി ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്തെല്ലാം ബന്ധങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെലിബ്രിറ്റികളായിട്ടോ, അത് പ്രത്യേകിച്ച് സിനിമാ തിയേറ്റർ, നേരത്തെയും വേറെ തിയേറ്ററും കൂടി ഉള്ള എന്നെ സംബന്ധിച്ച് സിനിമാ ഫീൽഡിൽ ബന്ധങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇത് തിരഞ്ഞെടുത്തത്. അപ്പൊ എൻ്റെ ലക്ഷ്യം ആ കുട്ടികളാണ്. അവരെ ഞാൻ ബഹുമാനിക്കുന്നു. എനിക്ക് വേണ്ടി ഇപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികളെ ഇന്നത്തെ ഒരു ചടങ്ങോടുകൂടി ഞാൻ മറക്കൂല. അവരെ ഏത് വളർച്ചയിൽ എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. എന്നോട് സഹകരിക്കുന്ന സ്കൂളിലെ കുട്ടികളോട് മാത്രം. കാലടിയിൽ 7 സ്കൂളുണ്ട് കാലടി പഞ്ചായത്തിൽ. പക്ഷെ എന്നോട് സഹകരിച്ച സ്കൂളുകൾ അവരുടെ കുട്ടികളോട് മാത്രം എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് ഈ ഒരു ചടങ്ങ് കഴിഞ്ഞാലും ഞാനുണ്ടാവും. അവരെ ഏത് വളർച്ചയ്ക്കും അവരെ എന്ത് കാര്യത്തിനും. അതിനോട് സഹകരിക്കാത്ത കുറച്ച് ബ്രാൻഡ് നെയിമുള്ള സ്കൂളുകാരുണ്ട്. അവരെ ബ്രാൻഡ് നെയിമുള്ള ഒരു സ്കൂളുകാരോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റ് ഇല്ല. അത് എന്തിനാ എടുത്ത് പറയണമെന്ന് വെച്ചാൽ അവര് സഹകരിക്കാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഭീമമായ ലോസ് വന്നിട്ടുണ്ട്. എങ്ങനെ ലോസ് എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വേസ്റ്റായി. അപ്പൊ എന്നോട് സഹകരിക്കുന്ന കുട്ടികളെ ഞാൻ കൂടെ നിർത്തി അവരുടെ വളർച്ചയിൽ ഞാനൊരു സംരക്ഷകനായിട്ട് നിൽക്കും. അല്ലാതെ ഇന്നത്തെ ചടങ്ങിൽ അവരെ കൊണ്ടുവന്ന് ഒരു ഹാഫ് ആൻ അവർ അവരെ പങ്കെടുപ്പിച്ച് പോകുന്ന വ്യക്തിയല്ല. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, കാലടിയിലെ ആദ്യത്തെ ഒരു ഫുൾ ക്വാളിറ്റി ഉള്ള ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഫസ്റ്റ് ആയി